ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ അന്നദാനത്തിന് പോവാന്ന്. പോകുന്ന വഴിയിലെല്ലാം യാമി ഒരു കളിക്കുന്ന സ്ഥലങ്ങളും സാറ്റ് കളിക്കുമ്പോൾ ഒളിക്കുന്ന ഇടങ്ങളും എല്ലാം കാണിച്ച് വിവരിച്ചിട്ടാണ് ഇന്നത്തെ യാത്ര. ഇന്നത്തെ യാത്രയിൽ യഥാർത്ഥ വഴികാട്ടി യാമി തന്നെയാണ്. വീടിൻ്റെ ഇത്ര അടുത്തായിട്ടും ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ കളിക്കാൻ പോകുമ്പോൾ എല്ലാം ഓൾ ആടെയെല്ലാം എപ്പോഴും പോക്കുണ്ടെന്ന് പറയലുണ്ട്. അതുകൊണ്ട് തന്നെ വഴി കാണിച്ച് ഗമ്മയിൽ മുമ്പിൽ ഇങ്ങനെ പോകുന്നതാണ് യാമി. ഇപ്പോൾ ഓൾ ചൂണ്ടിക്കാണിച്ചത് ഒരു കല്ലെറിയുന്ന ഒരു മാവിനെയാണ്. പക്ഷേ ഓള് കല്ലെറിഞ്ഞിട്ട് ഇതുവരെ ഒരു മാങ്ങയും വീണിട്ടില്ല എന്നുള്ള നഗ്ന സത്യം കൂടി ഓൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു പെൺകുട്ടീൻ്റെ അമ്മയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശ്രോതാവായി ഇരിക്കുക എന്നും കൂടിയുണ്ട്. കാരണം ഒരിക്കൽ പറയാൻ ഒരുപാട് കഥയുണ്ടാവും. നമ്മളെ മക്കൾ ഈ ഒരു പ്രായത്തിൽ നമ്മളോട് ഇങ്ങനെ വന്ന് കഥ പറയും. അത് നമ്മൾ നല്ലോണം ആസ്വദിക്കുക. വഴി ഒരുപാടുണ്ടെങ്കിലും ഓളെ കഥ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ ദൂരെ അറിയാണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അമ്പലത്തിലെത്തി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി അന്നദാനത്തിലേക്ക് പോയി. നല്ലൊരു സദ്യയായിരുന്നു. സാമ്പാറും പപ്പടവും അവിയലും ഉപ്പേരിയും ഒക്കെ കൂട്ടി നല്ലൊരു സദ്യയും പായസമൊക്കെ കഴിച്ച് പാറപ്പുറത്ത് അല്പനേരം വിശ്രമിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി.